നമസ്കാരം. 2024 ഇന്ത്യയുടെ T20 മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ ഇനി കളിക്കാൻ പോകുന്നത് ഓസ്ട്രേലിയക്കെതിരായ ടെസ്റ്റ് പരമ്പരയാണ്. 5 മത്സരങ്ങളടങ്ങിയ ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയുടെ അടുത്ത T20 പരമ്പര ജനുവരി അവസാന വാരം ഇംഗ്ലണ്ടിനെതിരെയാണ് നടക്കുന്നത്. 2024 ഇന്ത്യയുടെ T20 പോരാട്ടങ്ങൾ അവസാനിക്കുമ്പോൾ അഭിമാനിക്കാവുന്ന നിരവധി നേട്ടങ്ങൾ ഇന്ത്യൻ ടീം നേടിയിട്ടുണ്ട്. ഇന്ത്യ T20 ലോകകപ്പിലെ ചാമ്പ്യന്മാരായി. കൂടാതെ ശ്രീലങ്കയിലും ദക്ഷിണാഫ്രിക്കയിലും പരമ്പര നേടി ഇന്ത്യയുടെ പല യുവതാരങ്ങളും ദേശീയ ടീമിനൊപ്പം കസറി എന്നതൊക്കെയും എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. എഴുതി തള്ളപ്പെട്ടിരുന്ന പല യുവതാരങ്ങളുടെയും ശ്രദ്ധേയ പ്രകടനം ഈ വർഷം കാണാനും സാധിച്ചു. അതിലൊരാളാണ് സംശയമില്ലാതെ പറയാം സഞ്ജു സാംസൺ എന്ന മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററെ സംബന്ധിച്ച് കരിയറിലെ ഏറ്റവും മികച്ച വർഷമായിട്ട് 2024 കണക്കാക്കാം. T20 ബാറ്റിംഗ് റെക്കോർഡിൽ വിരാട് കോഹ്ലിയെയും രോഹിത് ശർമ്മയെയും എല്ലാം പിന്നിലാക്കി റൺവേട്ടക്കാരിൽ സഞ്ജു തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വർഷത്തെ T20 റൺവേട്ടക്കാരിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി സഞ്ജു മാറുന്നത്. സഞ്ജു സാംസണെ ആരാധകർ കാണാൻ ആഗ്രഹിച്ചത് എങ്ങനെയാണോ അതുപോലെ കളിക്കാൻ ഈ സീസണിൽ സഞ്ജുവിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. IPL 500-ലധികം റൺസ് ചരിത്രത്തിൽ ആദ്യമായി നേടി സഞ്ജു വലിയൊരു മുന്നറിയിപ്പ് നൽകിയ വർഷവും ഇതുതന്നെയായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയ സഞ്ജുവിൻ്റെ കുതിപ്പാണ് ഈ വർഷവും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്, തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടി ഇന്ത്യക്കാരെന്ന നിലയിലേക്ക് എത്തിയത് അത്ര ചെറിയ കാര്യവുമല്ല എന്ന് തന്നെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 46.04 ശരാശരിയിൽ 967 റൺസാണ് ഈ വർഷം സഞ്ജു T20യിൽ നിന്ന് നേടിയിട്ടുള്ളത്. ഇതിൽ 3 സെഞ്ചുറി പ്രകടനങ്ങളും ഉൾപ്പെടുന്നുണ്ട്. അതും അവസാനത്തെ 5 മാച്ചിൽ നിന്നതും ശ്രദ്ധേയമാണ്. ബംഗ്ലാദേശിനെതിരെ ഒരു സെഞ്ചുറി നേടിയ സഞ്ജു ദക്ഷിണാഫ്രിക്കയിൽ 2 സെഞ്ചുറികളാണ് നേടിയത്. ഈ വർഷം 3 T20 സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. അന്താരാഷ്ട്ര T20യിൽ ഒരു വർഷം 3 സെഞ്ചുറി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായി മാറാനും സഞ്ജുവിന് സാധിച്ചിരുന്നു. സഞ്ജുവിന് എന്നെന്നും അഭിമാനിക്കാവുന്ന രീതിയിലാണ് റൺവേട്ടക്കാരിൽ ഒന്നാമനായി അദ്ദേഹം മാറിയിരിക്കുന്നത്. അവസാന T20 ലോകകപ്പോടെ വിരാട് കോഹ്ലി വിരമിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പട്ടികയിൽ തലപ്പത്ത് കോഹ്ലിയെ കാണാൻ സാധിക്കുമായിരുന്നു. 46.86 ശരാശരിയിൽ 921 റൺസാണ് കോഹ്ലി ഈ വർഷം T20യിൽ നിന്ന് നേടിയിട്ടുള്ളത്. കഴിഞ്ഞ T20 ലോകകപ്പുകളിൽ ഭേദപ്പെട്ട പ്രകടനം നടത്താനും IPL മികച്ച പ്രകടനത്തോടെ ശോഭിക്കാനും കോഹ്ലിക്ക് സാധിച്ചിരുന്നു. 3-ാം സ്ഥാനത്ത് അഭിഷേക് ശർമ്മയാണുള്ളത്. 29.13 ശരാശരിയിൽ 874 റൺസാണ് അഭിഷേക് ശർമ്മ നേടിയിട്ടുള്ളത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനായി കത്തിക്കയറിയ അഭിഷേക് ഇന്ത്യക്കൊപ്പം സിംബാബ്വെക്കെതിരെ സെഞ്ചുറിയും നേടിയിട്ടുണ്ട്. 4-ാം സ്ഥാനത്തുള്ളത് തിലക് വർമ്മയാണ്. 52.43 ശരാശരിയിൽ 839 റൺസാണ് തിലക് വർമ്മ കൊയ്തിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്കൻ T20 പരമ്പരയിൽ 2 സെഞ്ചുറി പ്രകടനങ്ങളോടെയാണ് തിലക് കസറിയിട്ടുള്ളത്. ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയ തിലക് വർമ്മ ഗംഭീര പ്രകടനത്തോടെ കയ്യടിയും നേരിട്ടുണ്ട്. രോഹിത് ശർമ്മ അവസാന T20 ലോകകപ്പോടെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. 36.13 ശരാശരിയിൽ 795 റൺസാണ് രോഹിത് നേടിയിട്ടുള്ളത്. വലിയ നേട്ടങ്ങളാണ് സഞ്ജുവിനെ കാത്തിരിക്കുന്നതെന്ന് പറയാം. അടുത്ത ഇംഗ്ലണ്ട് പരമ്പരയിലും വിക്കറ്റ് കീപ്പറായും ഓപ്പണറായും സഞ്ജുവാകും ഇന്ത്യൻ ടീമിനൊപ്പം ഉണ്ടാവുകയെന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ കേരളത്തിനൊപ്പം ഷാഹിദ് മുസ്താഖ് അലി ട്രോഫി കളിക്കാൻ പോവുകയാണ് സഞ്ജു സാംസൺ. ഇതേ ഫോം അടുത്ത വർഷവും ആവർത്തിക്കാൻ സഞ്ജുവിന് സാധിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും സഞ്ജു കരിയറിൻ്റെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു.